ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ബീഫ് കൊണ്ട് നമ്മൾ അടിപൊളിയായിട്ട് നാടൻ രീതിയിലൊരു ബീഫ് കറി ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബീഫ് കറിയുടെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യുമെന്ന് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉള്ളി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കിയത് ചേർത്ത് കൊടുത്തിട്ട് 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളത് ബീഫ് മസാല പൗഡറാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്ത ബീഫാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അതിൻ്റെ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പൊന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ബീഫിലേക്ക് പിടിച്ചതിന് ശേഷം ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ വറുത്ത മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഞാനതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു തേങ്ങയുടെ ഹാഫിൻ്റെ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. തേങ്ങ ചിരകിയത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പച്ചമുളക് 3 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല സൈഡായിട്ട് കട്ട് ചെയ്തിട്ട് കാണാൻ ഭംഗിക്കും കൂടിയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ടൈമിൽ ഇങ്ങനെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ കറിക്ക് നല്ല ടേസ്റ്റ് കൂട്ടാനും നല്ലൊരു സ്മെല്ലാണ് കിട്ടുന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയുക, നമ്മുടെ പത്തിരിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.